ആദ്യത്തെ 2 നില വീട് ഇവിടെ തൊട്ടപ്പുറത്ത് അമ്പലമാണ്. ഈ വീട് പണിതപ്പോ ആളുകൾ പറഞ്ഞു കുഴപ്പമാണത്, അമ്പലത്തിന്റെ ഫ്രണ്ടിൽ 2 നില വീട് വന്നിട്ടുണ്ടെങ്കിൽ ദേവിക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഞാൻ ദേവി എന്ന് വെച്ചാൽ ഇവിടുത്തെ ദേവി ഭദ്രകാളിയാണ്, പരമേശ്വരന്റെ മോളാ, സാക്ഷാൽ തൃക്കണ്ണൻ പരമേശ്വരന്റെ മകള് ഈ ഊച്ചാളിയായ സലികുമാർ ഒരു 2 നില വീട് കെട്ടണേനി അസൂയപ്പെടാങ്കിൽ ഞാൻ വെച്ച് എന്താണ് അവരെന്താണ് അങ്ങനെ ഒരുത്തൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തൻ കുറച്ച് കാശുണ്ടെങ്കിൽ 2 നില ഒരാഗ്രഹം 2 നില വീട് കയറ്റണേന് ഈ 3 ലോകങ്ങളും അടക്കി വാഴുന്ന ഈ ലോകം മുഴുവൻ കാൽച്ചുവട്ടിലുള്ള പരമേശ്വരന്റെ മകള് എൻ്റെ അടുത്ത് വന്നിട്ട് അസൂയ കുത്തിയിട്ട് എന്നെ ദ്രോഹിക്കാൻ വരുമെന്ന് ഈ പരിസരത്തുള്ള മുഴുവൻ ആളുകൾ വിശ്വസിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ മെല്ലെ മെല്ലെ മാറാൻ തോന്നി. പിന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നു. പിന്നെ ഞാൻ നാടക ട്രിപ്പ് കൊടുങ്ങി, അതും 2 നില കെട്ടണോ. ഏറ്റവും കൂടുതൽ നാടകം കളിച്ച സമിതിയായിരുന്നു അത്. അവർക്ക് എവിടെ നിന്ന് സമയമൊന്നേ ദൈവങ്ങൾക്ക് സലികുമാർ 2 നില വീട് കയറ്റി വിടുക, അല്ല 1 നില വീട് കയറ്റുമോ എന്നൊക്കെ നോക്കാനുള്ള സമയമില്ല അവർക്ക്. അതാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പ്രളയം വന്നു 2018. ഈ ഫുൾ ആൾക്കാർ ഇതിന്റെ മുകളിൽ 50 പേരുണ്ടായി ഇതിന്റെ മുകളിൽ. അപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവം ശിക്ഷിച്ച അവന്റെ വീട്ടിലാണ് എല്ലാവരും. 2018 3 ദിവസം താമസം. നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, അത്രേ പറയാൻ പറ്റൂ. പിന്നെ ഇതിൽ വന്നൊരു കമന്റാണ്, അണ്ണ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോന്ന്. നമുക്കൊരു അസുഖം വരുന്നതോ നാട്ടിലൊരു ദുരന്തം വരുന്നതോ നമ്മളെ വിശ്വാസമൊന്നും വിചാരിച്ചിട്ടല്ല. അത് നല്ലോനും കൊടുങ്ങും എല്ലാവരും പെടും. ഒരു ഉദാഹരണം പറയുകയാണ്, നമ്മൾ ചൂരൽമല മുണ്ടക്കെ ദുരന്തം തന്നെ കണ്ടില്ലേ. അവിടെ മനുഷ്യന്മാരുടെ കാര്യം പോട്ടെ, ഒന്നും അറിയാതെ എത്ര പക്ഷി മൃഗാദികളാണ് മണ്ണിൻ്റെ അടിയിലായി പോയി. എന്താ അത്രേ ഉള്ളൂ.